phenobarbital increase the rate of metabolism of. So phenobarbital increases the rate of metabolism of all the above. അതായത് warfarin, phenytoin, digoxin ഇതിൻ്റെ എല്ലാ മെറ്റബോളിസത്തിൻ്റെയും റേറ്റ് അവർ ഇൻക്രീസ് ചെയ്യും. അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ എലിമിനേഷൻ ബോഡിയിൽ നിന്ന് ബോഡിയിൽ നിന്ന് ഉണ്ടാവും. So phenobarbital increase the rate of metabolism of warfarin, phenytoin, digoxin. So the answer is option D, all of the above. Which scale? Moving on to the next question. Question number 12. Which scale is used to measure the outer diameter of needles? ഇപ്പോൾ നമ്മൾ മെറ്റൽസിൻ്റെ ഷീറ്റ്സ് വയർ ഇതിനെല്ലാം നമ്മൾ തിക്നെസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു മെഷർമെൻറ്റാണ് ഗേജ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗേജ് സ്കെയിൽ എന്ന് ഗേജ് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ 10 ടൈംസ് ഒരു വയറിൻ്റെ 10 ഗേജ് നമ്പർ ഇസ് ഈക്വൽ ടു, അതായത് ഗേജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേജ് നമ്പർ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഗേജ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു 10 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ വയർ ഇൻ മില്ലിമീറ്റേഴ്സ്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന വയറിൻ്റെ വയറിൻ്റെ ഡയമീറ്റർ മില്ലിമീറ്ററിൻ്റെ കൗണ്ടിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ 5 gauge എന്ന് പറയുകയാണെങ്കിൽ 5 gauge ഈക്വൽ ടു 0.5 millimeter ഇൻ ഡയമീറ്റർ. 6 gauge എന്ന് പറഞ്ഞാൽ 6.6 millimeter ഇൻ ഡയമീറ്റർ എന്നാണ് അതിൻ്റെ കാൽക്കുലേഷൻ. സോ ദ ആൻസർ ഇസ് ഗേജ് സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Latin word for ad libitum. The Latin word ad libitum means. Ad libitum എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ എ, as much as you please. B, to be added. When required. And D, up to. The Latin word ad libitum means. അല്ല, ഓപ്ഷൻ എ ആണ് റൈറ്റ്. ദാറ്റ് ഇസ് ആസ് മച്ച് ആസ് യു പ്ലീസ്. ആസ് മച്ച് ആസ് യു പ്ലീസ് ഇൻ ദ ലാറ്റിൻ വേർഡ് ആണ് ആഡ് ലിബിറ്റം. ആഡ് ലിബിറ്റം എന്ന് പറഞ്ഞാൽ ആസ് മച്ച് ആസ് യു പ്ലീസ്, അല്ലെങ്കിൽ ആസ് ഓഫൺ ആസ് നെസസറി ഓർ ആസ് ഓഫൺ ആസ് ഡിസയേർഡ് എന്നൊക്കെയാണ് ആഡ് ലിബിറ്റത്തിൻ്റെ മീനിങ്. So the word ad libitum means as much as you please. Moving on to next question. Gray baby syndrome occurs due to the administration of drugs. Option A, thalidomide. B, chloramphenicol. C, penicillin. D, aminoglycoside. അപ്പം ഓക്കെ, ക്ലോറാംഫെനിക്കോൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഗ്രേ ബേബി സിൻഡ്രോം. ഓക്കെ, താലിഡോമൈൻ ആണെങ്കിൽ നമ്മൾ ഫൊക്കോമേലിയാണ് ഉണ്ടാക്കുന്നത്. Okay, the gray baby syndrome occurs due to the administration of drug chloramphenicol. Next question. Hypertension resulting from an identifiable cause is called as primary hypertension, secondary hypertension, essential hypertension, reflex tachycardia. And നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കോഴ്സ്, അതായത് ഏതെങ്കിലും ഒരു ഡിസീസ് കൊണ്ട് വരുന്ന ഹൈപ്പർ ടെൻഷനെയാണ് അവർ പറയുന്നത് ഐഡൻറ്റിഫയബിൾ കോഴ്സ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഓപ്ഷൻ ബി, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണ് എൻ്റെ ആൻസർ. അതായത് ഹൈപ്പർ ടെൻഷൻ റിസൾട്ടിങ് ഫ്രം ഐഡൻറ്റിഫയബിൾ കോഴ്സ്, അത് ഒരു കോഴ്സിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്ന, നമ്മളിപ്പം ഡയബറ്റിസ് അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ
പല ഡിസീസസ് കാരണം ഹൈപ്പർ ടെൻഷൻ വരാം. അപ്പം സെക്കൻഡറി ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിൽ നിന്ന് ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് വരുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which structurally different drug give same clinical result? It is called, അതായത് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രഗിന് സെയിം ക്ലിനിക്കൽ യൂസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ തെറാപ്യൂട്ടിക് ഇക്വലൻസ്, ബി ക്ലിനിക്കൽ ഇക്വലൻസ്, സി ബയോ ഇക്വലൻസ് ആൻഡ് ഡി നൺ ഓഫ് ദീസ്. അതായത് എന്താണ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് ഡ്രഗിന് സെയിം ക്ലിനിക്കൽ ഇഫക്റ്റിനെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് ഇക്വലൻസ് എന്ന് പറയുന്നത്. Therapeutic equivalence. Next question, administration of oxygen in newborn babies causes A. blood loss, B. ototoxicity, C. impaired sight, D. none of these. അതായത് ന്യൂ ബോൺ ബേബീസിൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പം ഇറ്റ് ക്യാൻ ലീഡ് ടു ഇമ്പയർഡ് സൈറ്റ്. അതായത് കുട്ടികളിൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മേ കോസ് ഇമ്പയർഡ് സൈറ്റ്. അല്ല, ഓട്ടോടോക്സിസിറ്റി അല്ല, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ന്യൂ ബോൺ കോസസ് ഓപ്ഷൻ സി ഇമ്പയർഡ് സൈറ്റ്. ഇമ്പയർഡ് സൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. Now question number 18. Diuretics are used to increase. Option A acid release, B heart rate, C urine formation, D urine excretion. But diuretics in the main action endana question. Your answers please. യെസ്, യൂറിൻ ഫോർമേഷൻ. യെസ്, അനീഷയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഓപ്ഷൻ സി യൂറിൻ ഫോർമേഷൻ. ഡയബറ്റിക്സ് യൂറിൻ എക്സ്ക്രീഷൻ അല്ല, യൂറിൻ ഫോർമേഷൻ ആണ് ഡയബറ്റിക്സിൻ്റെ ആക്ഷൻ. യൂറിൻ ഫോർമേഷൻ. മോസ്റ്റ് കോമൺ സൈഡ് ഇഫക്ട്സ് ഓഫ് ഇൻസുലിൻ ഇസ് യൂറിൻ എക്സ്ക്രീഷൻ അല്ല, യൂറിൻ ഫോം ചെയ്യുന്നതാണ് ഡയബറ്റിക്സിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് യൂറിൻ ഫോർമേഷൻ ആണ്. ഇത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് ചോദിച്ചിരിക്കുന്നത്. യൂറിൻ എക്സ്ക്രീഷൻ അതിൻ്റെ ഒരു അതിൻ്റെ റിസൾട്ടാണ് യൂറിൻ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഫോം ചെയ്യുന്ന റിസൾട്ടാണ് യൂറിൻ എക്സ്ക്രീഷൻ. യൂറിൻ ഫോർമേഷൻ ആണ് കറക്റ്റ്. Okay, question number 19. Most common side effects of insulin is allergic reaction. Option B dyspepsia, C hypoglycemia and D hypertension. അപ്പം ഇൻസുലിൻ്റെ ഒരു കോമൺ സൈഡ് ഇഫക്റ്റ് എന്താണ്? ഹൈപ്പോഗ്ലൈസീമിയ തന്നെയാണ്. അതിൻ്റെ ഒരു ഓഗ്മെൻറ്റഡ് എഫക്റ്റും കൂടിയാണ് ഇൻസുലിൻ്റെ. അതായത് നമ്മൾ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ചില സമയത്ത് ചില കണ്ടീഷനിൽ എന്തെങ്കിലും ഓഗ്മെൻറ്റഡ് ഇഫക്റ്റ് ആയിട്ടും എക്സാജറേറ്റ് ചെയ്തും നമുക്ക് വരാം. അത് മെയിനായിട്ട് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കും, പക്ഷെ സഡനായിട്ട് കുറയ്ക്കും. അതിനാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലോട്ട് ഡിസോൾവിങ് ഡ്രഗ് ഇസ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ക്ലോട്ട് ഡിസോൾവിങ് ഡ്രഗ് ഇസ് എ ആസ്പിരിൻ, ബി വാർഫാരിൻ, ഡി സ്ട്രെപ്റ്റോകൈനേസ് ആൻഡ് ഡി ഓൾ ഓഫ് ദി അബവ്. ദ ആൻസർ ഇസ് സ്ട്രെപ്റ്റോകൈനേസ്. അല്ല, വാർഫാരിൻ ആണെങ്കിൽ വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് വാർഫാരിൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് വൈറ്റമിൻ കെ എപ്പോക്സൈഡ് റിഡക്റ്റേസ് കോംപ്ലക്സ് 1ൻ്റെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നടന്നിട്ട് വൈറ്റമിൻ കെ ബോഡിയിൽ വൈറ്റമിൻ കെയുടെ അവൈലബിലിറ്റി കുറയ്ക്കും. അപ്പം ഈ മെക്കാനിസം വഴി വാർഫാരിൻ എന്തെയും ഫങ്ഷണൽ വൈറ്റമിൻ കെയുടെ റിസോഴ്സസിനെ ഡിപ്ലീറ്റ് ചെയ്യും, thereby reducing the synthesis of active clotting factors. അതായത് വൈറ്റമിൻ കെ ഉണ്ടാവുന്ന
വാർഫാരിനല്ല, സ്ട്രെപ്റ്റോകൈനേസ് ആണ്. സ്ട്രെപ്റ്റോകൈനേസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ക്ലോട്ടിനെ നമ്മൾ പ്ലാസ്മിനോജൻ എൻ്റെ ഒരു ബോണ്ടിനെ ഒരു ഡയറക്റ്റായിട്ട് ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗിനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രെപ്റ്റോകൈനേസ് ആണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ആക്റ്റീവ് കോംപ്ലെക്സ് വിച്ച് പ്രൊമോട്ട്സ് ദ ക്ലീവേജ് ഓഫ് ആർജിനിൻ ഓർ വാലിൻ ബോണ്ട് ഇൻ പ്ലാസ്മിനോജൻ ടു ഫോം ദ പ്രോട്ടിയോലൈറ്റിക് എൻസൈം പ്ലാസ്മിൻ. അപ്പം എന്താ നമ്മൾ ആ ഒരു ആക്റ്റീവ് കോംപ്ലെക്സിൻ്റെ അതായത് ആർജിൻ വാലിൻ്റെ ബോണ്ടിനെ അവർ ക്ലീവ് ചെയ്തിട്ട് ദേ കോസ് പ്രോട്ടിയോലൈസിസ്. അപ്പോൾ ആ എൻസൈമിൻ്റെ പ്രോട്ടിയോലൈസിസ് വരും. വിച്ച് So this plasmin in turn degrades a fibrin matrix of thrombus, thereby exerting its thrombolytic action. അപ്പം എക്സേർട്ടിങ് ഇറ്റ്സ് ത്രോംബോലൈറ്റിക് ആക്ഷൻ. അപ്പം ഈ പ്ലാസ്മിൻ ഇതിൻ്റെ ഒരു പ്രോട്ടിയോലൈസിസ് കൊണ്ടുവന്നിട്ടാണ് ഡയറക്റ്റായിട്ട് ഈ ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യുന്നത്. പക്ഷേ വാർഫാരിൻ തന്നെ ഇൻഡയറക്റ്റ് ആക്ഷനാണ്. വാർഫാരിൻ എന്ത് ചെയ്യും, നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് വൈറ്റമിൻ ആക്ടിവിറ്റി ആവശ്യമായുള്ളൊരു എൻസൈമിന് കോമ്പറ്റീറ്റീവായിട്ട് ഇൻഹിബിറ്റ് ചെയ്തിട്ട് വൈറ്റമിൻ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ മൊത്തത്തിൽ വൈറ്റമിൻ കെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ക്ലോട്ടിൻ ഫാക്ടേഴ്സിൻ്റെ സിന്തസിസ് കുറയും. അപ്പോൾ ഇൻഡയറക്റ്റ് ആക്ഷനാണ് അവിടെ വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ആക്ഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലോട്ട് ഡിസോൾവിങ് ഡ്രഗ്സ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകൈനേസ് ആണ്. Other clot dissolving drugs ആണെങ്കിൽ altiplase, urokinase, retiplase, streptokeinase, tissue plasminogen activator, അതായത് TPA,